ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. SPYSSന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബാലയുവ രാമായണ പാരായണം സ്പെഷ്യൽ സെക്ഷനാണ്. ഇന്ന് വായിക്കാൻ പോകുന്ന ഭാഗം യുദ്ധകാണ്ഡത്തിൽ യുദ്ധത്തിന് രാവണന്റെ പുറപ്പാട് അവിടെ മുതൽ നാരദസ്തുതി വരെയാണ്. ആദ്യമായി ശ്രീരാമസ്തുതി ചൊല്ലുന്നതിന് വിഹാനണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാമാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ ശ്രീരാമ പദേ രാമ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരി ഓം. അടുത്തതായി രാമായണ പാരായണത്തിലേക്കു കടക്കാം. ഇന്ന് രാമായണ പാരായണം ചൊല്ലുന്നവർ തനിഷിക അക്ക, ആദിശ്രീ അക്ക, സാൻവി അക്ക, നന്ദജിത്ത് അണ്ണൻ, നന്ദിനി രാജ അക്ക, നന്ദിത രാജ അക്ക, ശ്രീലക്ഷ്മി മനോജ് അക്ക, ആരാധ്യ അക്ക, ആരാധിക അക്ക, ഗായത്രി അക്ക, പാർവതി പി നമ്പ്യാർ അക്ക, ഐശ്വര്യ അക്ക, അക്ഷയിനി അക്ക, അയറിൻ അക്ക, അഭിഷേക് അണ്ണൻ, ഹർഷവർണ അക്ക, പാർവണ അക്ക. ഇന്നത്തെ പാരായണത്തിന് ബാക്കപ്പ് പറയുന്നത് അഭിഷേക് അണ്ണനാണ്. ആദ്യമായി പാരായണം ചൊല്ലുന്നതിനായി തൻഷിക അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. യുദ്ധത്തിനു രാവണന്റെ പുറപ്പാട് പോരിന്നയക്കുന്നതിൽ നേരെ പൊരുതു ചേക്കുന്നതുണ്ടല്ലോ. നമ്മോട് കൂടെയുള്ളവർ പോരിടുക നമ്മുടെ പേരും വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാം ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീരാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരെ
വിക്രമമേറിയ നക്തഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി കൊണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സഞ്ജയ വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സഞ്ജയ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലി ഞാൻ. ബാണചാപത്തോടു ബാലാർക്ക കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്ന കമ്പനൻ സിന്മുതുജം പൂണ്ട തേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണചാപത്തോടും വന്നിവൻ ഇന്ദ്രജിത്താകിയ രാവണന്ദൻ നമ്മെ മുന്നും ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായുധമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണൻ പൂണ്ടതി കായൻ വരുന്നതു രാവണൻ തന്മകൻ പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നതൻ ഉന്നതനേറ്റം മഹോദരൻ വന്ന വാജി മേലേറി പരികം തിരിപ്പവൻ നാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകനും വെള്ളരുതൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലു രാവണൻ തന്മകൻ മറ്റേതിനങ്ങേതു ദേവകൻ തേരിൽ വന്നതു മന്നവാ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികമ്പൻ പരികായുധനല്ലോ. ദേവകുലാന്തകനായ രാവണേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ നിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളു നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനം. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നു കൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടു ശക്തിയില്ലായ്കയുമില്ലിതിന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവം ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാന്തി രാവണൻ വാനര വൃന്ദത്തെ എയ്തേതു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരീകെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. വില്ലും ശരങ്ങളും നാശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിന്നൊരുമിച്ചാൻ. വൻപനായുള്ളോരിവനോടും പോരിനു മുൻപിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനുമരുൾ ചെയ്തിതന്നേരം വൃതാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കുമൊരിക്കലും. ചന്ദ്രചൂഡപ്രിയനാകയുമുണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമായുധം. എല്ലാം നിരൂപിച്ചു ചിത്താമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനരനായകനാകിയ മാരുതി വിക്രമമേറിയ നിന്നുടെ പുത്രനാം
അക്ഷകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കപീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെയുണർന്നു ചൊന്നാൻ ഇന്നിവിടേക്കിന്നു വന്ന കപികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മയെന്തായതെനിക്കിന്നിതു കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതു കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തിരി നേരമിന്നും പൊരുതീടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കപിശ്രേഷ്ഠനും. നീലനന്നേരം കുതികൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും മുല്ലാസമോട് മകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൽ പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെതുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും. കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലുമുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണനൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തൊരു വേൽ സൗമിത്രി തന്നെ മാറിലമ്മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസ്യനും പാലശരീരമിളക്കരുതാഞ്ഞിതു രാഘവൻ തന്നെ ഗൗരവമോർത്തതി ലാഘവം പൂണ്ടിതു രാവണവീരനും. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തു കൊണ്ടാദരാൽ ചിൽപുരുഷ മുമ്പിൽ വെച്ചു വണങ്ങിനാൽ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലമ്മാറു പുക്കുമയാദന്തമാം ശക്തിയും. ത്രൈലോക്യനായകനാക്കിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൽ. ത്രൈലോക്യനായകനാക്കിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൽ. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിനുടെ കണ്ടമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക കുണ്ടതയെന്നിയേ കൊൽക ദശാസ്യനീ. മാരുതി ചൊന്നതു കേട്ടു രഘുത്തമൻ ആരുഹ്യ തൽക്കണ്ട ദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ എടുത്തു കാൺമാൻ കുതിച്ചേൻ തുലോൻ. ഇന്നതിനാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടു കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുക എന്നുടെ മുൻപിൽ അരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശവക്ത്രരും. ഘോരമായി വന്നിതു പോരുമന്നേരത്ത് വാരനാനിധിയും ഇളകി മറിയുന്നു. മാരുതി തന്നെയും ഏതു മുറിച്ചതു ശൂരനായൊരു നിശാചര നായകൻ. ശ്രീരാമദേവനും കോപം മൂർത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. രക്ഷോവരുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതു ബാണമയറ്റം നേരം പൗലസ്ത്യചാപവും വീണിതു ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാന്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ. തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൾ.
സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരുടെ താവേന നിന്നു ദശാസനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്ത ആമയം പാരം നിനക്കുണ്ടു മാനസേ. പോയാലും ഇന്നു ഭയപ്പെടാകിയതുമേ, നീ നിലങ്കയിൽ ചെന്നങ്ങിരുന്നാലും. ആയുധവാഹനത്തോടൊരുമ്പിട്ടുകൊണ്ടായോധനത്തിനു നാളെ വരണം നീ. കാകുൽസ്ഥ വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടരെ തുടരുന്നുണ്ടെന്നൊരു ആകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലോം. വേപതുഭ്രാന്തനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജന്മാർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം മരുൾ ചെയ്തു മേവിനാൻ. രാത്രഞ്ജനേന്ദ്രനും വൃത്യജനത്തോടു പേർത്തും നിജാർത്ഥകളോർത്തുട ചൊല്ലിയിടിനാൻ. നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അത്ര പുരുഷാകാരാദിയും നഷ്ടമായി വന്നീ തൊടുങ്ങി സുഹൃതവും. കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുദാരാൻ മനാരണ്യഭൂപനം വേദാവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂമ്പരാതിയും ജംബാരി മുമ്പാം വിലിംബാവരന്മാരും കുംഭബോദ്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃദ്ധ്യനിഷ്ഠയോടെ മറിവന്നു സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നു കൂടിയെന്നു നിർണയം. ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തൊന്നു നല്ലു ജയിക്കൊള്ളുവാനാഹോ. കാലാരിത് തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നുണർന്നീടു മാറിലുറങ്ങി തുടങ്ങിയിട്ടവനുമേ 14 കഴിഞ്ഞതുള്ളൂ. നിങ്ങളൻ പോടുണർത്തുവിൻവിൽ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഉരുമ്പെട്ടുണർത്തുവാൻ ആനക ദുന്ദുബി മുഖ്യവാദ്യങ്ങളും ആനതേർക്കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർക്കും ജലം ചൊരിഞ്ഞിടിനാർ. കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരദ്ര സംഭൃതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ചെമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ. സമാരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടി നാരാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കന്നുപോലെ കണ്ടൊരിമ്പം കലർന്നിരുന്നേറ്റിരുന്നിടിനാർ. ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദ ചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധൗ കൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതു. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ
രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ, ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാൻ. ഊഢമോദം നിജ സോദരൻ തന്നെയും ചിത്തെ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ. വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ, സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ. ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസ്നേഹി കൊണ്ടങ്ങ് വെച്ചിടിനേ. വാഴുതിയിൽ ചിറ കെട്ടിക്കിടന്നവൻ പോരിനു വാനര സേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും, എന്നെയും എയ്തു മുറിച്ചാൽ ചിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം, അല്ലൽ മുഴുത്ത ഞാൻ നിന്നെ ഉണർത്തിനേ. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും, നന്നെത്രയും നല്ലതേ നല്ലു കേൾ. നല്ലതും തീയതും താനറിയാത്തവൻ നല്ലതറിഞ്ഞു ചൊന്നാൽ ചൊല്ലുകൾ. നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാത്തവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ, അതിനു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതു നന്നോർത്തു നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം, അത് കൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുവാത്തത് അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാധിഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ചു. പഥ്യം പറയുമ മാതിനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു. കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടൻവഹമാത്മാഭിമാനവും ഭാവിച്ചു. മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ. നല്ലതു കാക്കോളമെന്നതു ചൊല്ലുവോരല്ല വിഷമുണ്ടവർക്കിനിയുണ്ടല്ലോ. മൂഢരാമന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദി മുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബളിസം രസിക്കയാൽ. ആഗ്രഹമുന്നിങ്കലേറിയാലാപത്തു പോകുവാനാവതല്ലാത്തവണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനായുള്ളൂ. ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രി ജരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെങ്ങും ആപത്തൊഴിത്തില്ലെന്നു നിർണയം. ഇന്ദ്രിയാഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാനുള്ള പാപത്തുകൾ. നല്ലതല്ലെന്നതറിഞ്ഞിരിക്കമ്പലാൽ ചെല്ലുകൊണ്ടിങ്കലൊരുത്തനഭിരുചി. പൂർവജന്മാർജിത വാസനയാലിതിനാവതല്ലേതുമതിൻ വശനായി വരും. എന്നാലതിങ്കൽ വിനാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങളെ കൊണ്ടു വിധേയമാക്കി കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനും മൂർഖനേ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, നാനാ ജഗത്മയൻ നാരായണൻ പരൻ. സീതയാകുന്നതു യോഗമായ ദേവി
ചേതസി നീ ധരിച്ചുണ്ടെങ്കിലിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ മുന്നമേ എന്തെന്ന് തോരാഞ്ഞതു. ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദേനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനെ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായിരേ നാദരവോടരുൾ ചെയ്യുക മഹാമുനി. ഏതൊരു വൃത്താന്തമുണ്ടു ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനെന്നോടു സാദരം ചൊന്നാനുദന്തളോർക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടി. തെങ്ങുമിരിക്കൊരു ദാതേരമണിതു മർത്യനാലെന്നെ മൃത്യുവില്ലെന്നതു. മുക്തം വിരിച്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനി. സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർത്തിച്ചു നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുൾ ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥ പുത്രനായി വന്നു പിറന്നി നിസ്സത്വരം നരാധിപൻ തന്നെയും നിഗ്രഹിച്ചതൻ തീർത്തിടുവന്നിത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പാനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കുവാൻ മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കോൾക്ക നീ മാനസേ. രാമൻ പരബ്രഹ്മമായി കോമളൻ നിന്ദീവരളൻ ശ്യാമളൻ മായ മനുഷ്യ വേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയില്ലോ സദാ മോക്ഷപ്രദായനി. ഭക്തിഹീനന്മാർക്കും കർമ്മവും നിഷ്ഫലം. ോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാമതം ചൊല്ലുവെന്നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിഭജനം രാമയം നൽകുന്ന സംസാര സാഗരം
ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളുന്നിത് സന്തതം ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൾ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും മുച്ചരിച്ച മാത്മനോ കണ്ടച്ചുടനോട് സായുജ്യം നിശ്ചലനന്ദേ ലയിപ്പുകന്ത് സ്നേഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകയാന്ത മൂർത്തിയെ. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്ത ദശാസിനും ചൊല്ലിനാൻ ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതുമിന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേരകൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുങ്ക ശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കൊരു നേരത്തു വാനര വീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കൊണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളമുയരമുണ്ടദ്ഭുതം ഇത്തം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവത് ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ല ഇല്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണ പ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞതു കേട്ടേനഹം മായാമയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീരാമൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ മത്തഹസ്ത്രീന്ദ്രനെ പോലെ കവികളെ 10,100,000 കൊന്ന നരക്ഷണാൽ മർക്കടരാജൻ അതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ കുത്തിനാൽ ശൂലമെടുത്തതു കൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ടുത്പന്നമോദം നടന്നു നിശാചരൻ
യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചൊല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറിനി ആരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിന ലാലസ്യമാശു തീർന്നിടുവാനാദരാൽ മർക്കടരാജനാദേറ്റുമോഹം വെടിഞ്ഞു ഉൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനകങ്ങളെ കൊണ്ടുപറിച്ചു കൊണ്ടന്തരിച്ചേ പാഞ്ഞു പോനാനതിദ്രുതം ക്രോധവുമേറ്റമഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്ഷാഭിക്ഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതീ സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ 100,000 വാനരന്മാരെയും വക്രത്തിലാക്കിയടയ്ക്കുമവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുമവൻ സദാ രക്ഷോവരനുമന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്തു താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു വാമനഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റം അടുത്തു നിശാചരൻ ഇന്ദ്രസ്ത്രമേതു ഖണ്ഡിച്ചാലതു വീണു ഇന്ദ്രാദികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പു കൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാർ വസ്ത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമേതു തമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിതു ദേഹവുമന്നേരം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി ഹരി ഓം. ഇന്നത്തെ പാരായണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിന്റെ സാരാംശം കേൾക്കാം. അതിനായി ആദിശങ്കരണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീരാമചന്ദ്രൻ യുദ്ധം ചെയ്യാനായി രാവണൻ തീരുമാനിക്കുകയാണ്. ഇനി ആരും പോരിനിറങ്ങും, ഇനി ഞാൻ തന്നെ പോരിന് പോകും. കൂടെ പോരുന്നവർ പോന്നു. പൂർണ്ണചന്ദ്രനെ പോലല്ല വലിപ്പമുള്ളൊരു കുട ചൂടിയൊരു രഥം, വലിക്കുന്നതോ 1000 കുതിര, അതിലേക്ക് 10 തലയും 20 കൈകളുമുള്ള അജാനുബാഹുവായ രാവണൻ ചാടിക്കയറുകയാണ്. അദ്ദേഹം രാമന്റെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നു. ഇത് കണ്ട രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് വിഭീഷണനോട് ചോദിക്കും, ഇവരൊക്കെ ആരാണ്? വിഭീഷണൻ ഭഗവാന് ഇവരൊക്കെ ആരെന്ന് കൃത്യമായി പറഞ്ഞു. ലക്ഷ്മണൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, ജ്യേഷ്ഠ, ഞാൻ യുദ്ധത്തിനിറങ്ങട്ടെ? ലക്ഷ്മണ, ഇവൻ ചന്ദ്രചൂഡ പ്രിയനായ രാവണൻ, ചന്ദ്രഹാസ കയ്യിലുള്ള മായാവിയായ അസുരൻ. ഇവനോട് യുദ്ധം ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ
ഇന്ദ്രനാണ് തോറ്റുപോയി. ഇത് കേട്ട് ലക്ഷ്മണൻ തൽക്കാലം യുദ്ധം ചെയ്യുന്നു. ഇതിനിടയിൽ ഹനുമാൻ രാവണനെ കണ്ട ദേഷ്യം രാവണനെ അടിച്ചു വീഴ്ത്തു. പിടിച്ചു നിൽക്കാനായി രാവണൻ ഹനുമാനെതിരെ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാൻ നോക്കി. ഇത് കണ്ട ലക്ഷ്മണൻ രാവണന്റെ വില്ല് രണ്ടായി മുറിച്ചു കളയും. ദേഷ്യത്തിൽ രാവണൻ മയക്കൊടുത്ത വേൽ കൊണ്ട് ലക്ഷ്മണനെ എറിഞ്ഞു. ഹനുമാൻ ലക്ഷ്മണനെ രക്ഷിക്കുകയും ചെയ്യുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ രാവണനോട് പറയും, രാവണ, നിന്നെ നേരിൽ കാണണമെന്ന് ഒരുപാട് കാലമായി ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നിന്റെ കൂട്ടരുടെയും അന്ത്യത്തിനുള്ള സമയമാണ്. അങ്ങനെ അവിടെ വച്ച് രാമരാവണ യുദ്ധം തുടങ്ങുകയാണ്. രാമബാണമേ രാവണൻ നിലത്ത് മയങ്ങി വീഴുന്നു. തേരും സാരഥിയും എല്ലാം അപ്രത്യക്ഷമാകും. എന്നാൽ നിരായുധനായ രാവണനെ വധിക്കാൻ നീതിമാനായ ശ്രീരാമൻ നോക്കുന്നില്ല. അദ്ദേഹം രാവണനോടായി ഇങ്ങനെ പറയുന്നു, പോയി നാളെ യുദ്ധത്തിനൊരുങ്ങി. രാവണന്റെ ആത്മവിശ്വാസം താറുമാറി. ഇനി എന്തു ചെയ്യും? എന്റെ കഷ്ടകാലം തുടങ്ങി. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, അനുജനെ എണീപ്പിക്കാൻ. പക്ഷെ അവൻ 6 മാസം ഉറങ്ങിക്കഴിഞ്ഞല്ലേ എണീക്കുകയുള്ളൂ. ഇല്ല, 6 മാസം കാത്തിരിക്കാൻ കഴിയില്ല. രാവണൻ അപ്പോൾ തന്നെ കുംഭകർണനെ എണീപ്പിക്കാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. കുംഭകർണനെ എണീപ്പിക്കുന്നത് ഒരു രസകരമായ ഭാഗമാണ്. ആദ്യം കുംഭകർണന്റെ തലയിൽ രാവണൻ 1000 കുടം വെള്ളമൊഴുക്കി. ഒരു കൂസലുമില്ലാതെ കുംഭകർണൻ ശേഷം ചെവിയുടെ അടുത്ത് വെച്ച് നല്ല ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. എന്നിട്ടും ഒരു ഫലവുമില്ലാതെ മൂക്കിലെ രോമം ആനകളെ കൊണ്ട് വലിച്ചെടുക്കും. ഗതികെട്ട് കുംഭകർണൻ ചാടി എണീക്കുന്നു. കുംഭകർണനെ തൃപ്തിപ്പെടുത്താനായി 1000 കുടം കള്ളും 1000 കുടം ചോര മാംസവും കുന്നോളം ചോറ് മുമ്പിൽ വയ്ക്കുന്നു. ഇവർ രാക്ഷസരാണല്ലോ, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കഴിക്കുന്നത്. കുംഭകർണൻ ജ്യേഷ്ഠനോട് എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. കുംഭകർണ, നീ ശ്രീരാമനെ വധിക്കണം. കുംഭകർണൻ ഞെട്ടിപ്പോയി. ജ്യേഷ്ഠ, ശലഭങ്ങൾ തീയിൽ ചാടുന്നത് പോലെ, മത്സ്യങ്ങൾ ചൂണ്ടക്കൊളുത്ത് വിഴുങ്ങുന്നത് പോലെയല്ലേ നാം ഇപ്പോൾ ചെയ്യുന്നത്. സീത ഒരു സാധാരണ മനുഷ്യ സ്ത്രീ അല്ല, യോഗമായ ദേവിയാണ്. രാമനും ഒരു സാധാരണ മനുഷ്യനല്ല. അങ്ങയുടെ പീഡനത്താൽ പൊറുതി മുട്ടിയ സന്യാസികൾ അപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്ന മഹാവിഷ്ണുവാണ് അദ്ദേഹം. നമുക്ക് സീതയെ കൊടുത്ത് യുദ്ധം അവസാനിപ്പിച്ചുകൂടെ? രാവണൻ ആക്രോശിച്ചുകൊണ്ട് കുംഭകർണനോട് പറയും, നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, നീ പിന്നെയും പോയി കിടന്നുറങ്ങി. ഇനി ഞാൻ തന്നെ യുദ്ധം ചെയ്തോ. കുംഭകർണന് മനസ്സിലായി, ജ്യേഷ്ഠൻ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ. അദ്ദേഹം യുദ്ധത്തിന് പോകാൻ തന്നെ. യുദ്ധത്തിന് അദ്ദേഹം പോകുന്ന വഴി അദ്ദേഹം വിഭീഷണനെ കാണും. ജ്യേഷ്ഠ, അങ്ങ് ഉണർന്നു. ഞാൻ രാമപാദം പൂജിച്ച് ഇരിക്കുകയാണ്. സീതയെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു പോകും. വിഭീഷണ, നീ നല്ലവൻ. നീ രാമപാദം പൂജിച്ചു ഏറെ നാൾ ജീവിക്കും. ജ്യേഷ്ഠൻ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. കുംഭകർണൻ തന്റെ അഭ്യാസമുറകൾ പുറത്തെടുക്കാൻ തുടങ്ങി. രാമബാണത്താൽ കുംഭകർണൻ മരിക്കുകയും ചെയ്തു. കുംഭകർണൻ രാമബാണത്താൽ മരിച്ചതിനാൽ ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. ഹരി രാമവി. ഇനി അടുത്തതായി ക്വിസ് പ്രോഗ്രാം സെക്ഷനാണ്. ക്വിസ് പ്രോഗ്രാം നടത്തുന്നതിനായിട്ട് മിത്രക്കെ ക്ഷണിക്കുന്നു. ഹരി ഓം. ഞാൻ ഇന്നിവിടുത്തെ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ ക്വിസാണ് നടത്താൻ പോകുന്നത്. ഇതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉത്തരം പറയാം. ആദ്യത്തെ ചാൻസ് കുട്ടികൾക്കാണ് പോവുക. കുട്ടികൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ മുതിർന്നവർക്ക് ഉത്തരം പറയാം. നമുക്ക് തുടങ്ങാം. ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ജാംബവാൻ ഹനുമാനോട് നിർദ്ദേശിച്ച മരുന്നുകൾ ഏതൊക്കെയാണ്?
മൃതസഞ്ജീവനി. ശരിയാണ്. മൃതസഞ്ജീവനി, വിശല്യക്കരണി, സുവർണക്കരണി, സന്താനക്കരണി എന്നീ 4 മരുന്നുകളാണ് ജാമ്പവാൻ ഹനുമാനോട് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം. ഇന്ദ്രജിത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? ശരിയാണ്, മേഘനാഥൻ. അടുത്തത്. അതികായനെ വധിക്കാൻ ലക്ഷ്മണൻ ഉപയോഗിച്ച അസ്ത്രമേതാണ്? സത്യം, ബ്രഹ്മാസ്ത്രം. ഇനിയുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കുംഭകർണൻ എത്ര മാസമാണ് ഉറങ്ങുക? 6 മാസം. ശരി, 6 മാസം. അടുത്ത ചോദ്യം. വിഭീഷണന്റെ ഭാര്യയുടെ പേരെന്താണ്? ആർക്കും ഉത്തരമില്ലേ? ഒന്നും കൂടെ പറയൂ. കൃത്യമായിട്ട് കേൾക്ക്. അല്ല, സരമ. അല്ല, ഉത്തരം സരമയാണ്. ഇനി അടുത്ത ചോദ്യം. ആരാണ് ഈ നളൻ? ഉത്തരമുണ്ടോ? രാമസേതു. ശരിയാണ്. വാനരന്മാരുടെ കൂട്ടത്തിലെ ഒരു ചിറപ്പണി വിദഗ്ധനാണ് നളൻ. വിശ്വകർമാവിന്റെ മകനുമാണ്. അടുത്തത്. വളരെ എളുപ്പം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം. സമുദ്ര രാജാവിന്റെ പേരെന്താണ്? ശരിയാണ്, വരുണൻ. അടുത്തത്. നമ്മൾ എല്ലാവർക്കും അറിയാം, നമുക്ക് കൊല്ലങ്ങളായി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇത് വളരെ നമുക്ക് എല്ലാ പ്രാവശ്യവും പറഞ്ഞു തരും അമ്മമ്മ. അണ്ണാരക്കണ്ണന്മാരുടെ പുറത്ത് കാണുന്ന വെളുത്ത വര എങ്ങനെയാണ് ഉണ്ടായത്? ശ്രീരാമൻ ലാളിച്ചുകൊണ്ട് ഒരു അണ്ണാനെ അതിന്റെ പുറത്ത് തലോലിച്ചത് കൊണ്ട് മാത്രമാണ് ആ വെള്ള വരകൾ കിട്ടിയത്. അതും അണ്ണാൻ ആ പാലം പണിയിൽ സഹായിച്ചത് കൊണ്ട് മാത്രം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ എളുപ്പമായിട്ടുള്ള ഒന്ന്. ആരാണ് ഈ വിഭീഷണൻ? അതെ, ശരി ഉത്തരം. രാവണന്റെ അനിയനാണ് വിഭീഷണൻ. അടുത്ത ചോദ്യം. രാവണന്റെ മരണം കഴിഞ്ഞിട്ട് ലങ്കയുടെ പുതിയ രാജാവായത് ആരാണ്? വിഭീഷണൻ. ശരി ഉത്തരം, വിഭീഷണൻ. ഇനി അടുത്തൊരു ചോദ്യം. കൈകസിയുടെ പിതാവ് ആരാണ്? രാജ. അത് കൈകയുടെ നാട്. ഇത് കൈകസി. രാവണന്റെ അമ്മയുടെ അച്ഛന്റെ പേരെന്താണ്? എന്താണ്? അല്ല, പൗലസ്ത്യൻ. അല്ല.
സുമാലി. സുമാലി അല്ല. മാല്യവാൻ. മാല്യവാൻ. ശരി ഉത്തരം മാല്യവാൻ. അടുത്തത് അംഗദന്റെ പിതാവ് ആരാണ്? ശരി ഉത്തരം ബാലി. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. രാവണന്റെ അമ്മയുടെ പേരെന്താണ്? ഉത്തരം കൈകസി. അടുത്ത ചോദ്യം. സീതയെ വധിക്കാൻ പോയ രാവണനെ തടഞ്ഞതാര്? മണ്ടോദരി. ശരി ഉത്തരം മണ്ടോദരി. അടുത്ത ചോദ്യം. വിഭീഷണന്റെ മകളുടെ പേരെന്താണ്? ത്രിജട. ശരി ഉത്തരം ത്രിജട. അടുത്ത ചോദ്യം. ബാലിയുടെ അച്ഛന്റെ പേരെന്താണ്? സൂര്യൻ. അല്ല. ദേവേന്ദ്രൻ. അതെ, ശരി ഉത്തരം ദേവേന്ദ്രനാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. പ്ലവകകുലം എന്നാൽ എന്താണ്? വാനരകുലം. ശരി ഉത്തരം വാനരകുലം. അടുത്ത ചോദ്യം. സീത രാമനെ ഏൽപ്പിക്കാൻ ഹനുമാന് കൊടുത്ത അടയാള വാക്യത്തിലെ കാക്ക ആരാണ്? അക്ഷയകുമാരൻ. എന്താണ്? ഇന്ദ്രൻ. ജയന്ത്. ഇന്ദ്രപുത്രൻ ജയന്ത്. ഇഷ്ടരൻ. ശരി ഉത്തരം ശക്രാത്മജൻ. ശരി ഉത്തരം ശക്രാത്മജൻ ഇന്ദ്രന്റെ പുത്രനാണ്. അടുത്ത ചോദ്യം. ലങ്കയിൽ വെച്ച് ഹനുമാനെ ഇന്ദ്രജിത്ത് കെട്ടിയിട്ടത് ഏത് അസ്ത്രം കൊണ്ടാണ്? നാഗാസ്ത്രം. ശരി ഉത്തരം ബ്രഹ്മാസ്ത്രം. ഇനി അടുത്ത ചോദ്യം. കർബപുരേന്ദ്രാലയം എന്നാൽ എന്ത്? കുബേരന്റെ കൊട്ടാരം. അല്ല. യമലോകം. അല്ല. ഉത്തരമില്ലേ? ലങ്കയാണോ? അല്ല. ഇനിയും സമയം വേണോ? ഇന്ദ്രസഭയാണ്. അല്ല. അശോകവനമാണോ? അല്ല. ചോദ്യം കൂടി പറയോ? കർബപുരേന്ദ്രാലയം എന്നാൽ എന്ത്? മുതിർന്നവർക്കും അറിയില്ല. ഓക്കെ. കർബുരേന്ദ്രാലയല്ലേ? കർബുരേന്ദ്രാലയല്ലേ? രാക്ഷസന്മാരുടെ ചാൻസ്. സരോജിനിയൊക്കെ പറഞ്ഞോളൂ. മുതിർന്നവരുടെ നമുക്ക് കർബുരേന്ദ്രാലയം രാക്ഷസരുടെ കൊട്ടാരമല്ലേ? ശരി ഉത്തരം രാക്ഷസ രാജധാനിയാണ്. അത് ശരി. അത് ശ്രീലങ്കയിലാണോ? അതെ.
ആണ് കേട്ടോ. ഓ. കർപ്പൂരേന്ദ്രാലയം. അതെ. അടുത്ത ചോദ്യം. അധ്യാത്മ രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 6 7 6 7. 5. ശരി ഉത്തരം 7. അധ്യാത്മ രാമായണത്തിൽ 7 കാണ്ഡങ്ങളാണുള്ളത്. അടുത്ത ചോദ്യം. രാവണന്റെ ചാരന്റെ പേരെന്ത്? ശുഗൻ. ശരി ഉത്തരം ശുഗൻ. അടുത്ത ചോദ്യം. യുദ്ധത്തിൽ ലക്ഷ്മണനെ ബോധം കെടുത്താൻ രാവണൻ ഉപയോഗിച്ച ആയുധമേത്? ബ്രഹ്മാസ്ത്രം. അല്ല. ബ്രഹ്മാസ്ത്രം. അല്ല. അല്ല. ഇന്ദ്രാസ്തനാണോ? അല്ല. ആഗ്നേയ. കുട്ടികൾക്ക് ആർക്കും അറിയില്ല. ഇനി മുതിർന്നവർക്കാണ് ചാൻസ്. എന്താണ്? ആ, ശരി ഉത്തരം വേൽ. ചന്ദ്രഹാസല്ലേ? അല്ല, വേൽ ആണ്. അങ്ങനെ ചോദ്യങ്ങൾ അവസാനിക്കുന്നു. ഹരിയോം. ഇനി അടുത്തതായി ഭജന പാടുന്നതിനായി നിവേദണ്ണനെ ക്ഷണിക്കുന്നു. രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 ദശരഥ നന്ദന രാം 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 ദശമുഖമാർദ്ദന രാം 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 ദശരഥ നന്ദന രാം 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 ദശമുഖമാർദ്ദന രാം 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 പശുപതി രഞ്ജന രാം 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 പാപ വിമോചന രാം 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 പശുപതി രഞ്ജന രാം 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 പാപ വിമോചന രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 അനാഥ രക്ഷക രാം 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 ആപദ് ബാന്ധവ രാം 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 അനാഥ രക്ഷക രാം 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 ആപദ് ബാന്ധവ രാം 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 മൈഥിലി നന്ദന രാം 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 മാരുതി വന്ദിത രാം 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 മൈഥിലി നന്ദന രാം 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 മാരുതി വന്ദിത രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ 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 രാമ രാം 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 ഹരിയോ. ഇതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വോട്ട് ഓഫ് താങ്ക്സ് പറയാനുള്ള സമയമാണ്. ശ്രീരാമസ്തുതി പാടിയ വിഹാൻ അണ്ണൻ, ഇന്ന് പാരായണം ചെയ്തവർ ബാക്കപ്പ് പറയാൻ തയ്യാറായ അഭിഷേക് അണ്ണൻ, സാരാംശം പറഞ്ഞ ആദിശങ്കർ അണ്ണൻ,
ക്വിസ് പ്രോഗ്രാം നടത്തിയ മിത്ര അക്ക, ഭജന പാടിയ നിവേദണ്ണൻ, മുഖ്യ ശിക്ഷകായ ഗോപകുമാർ അണ്ണനും ഇന്നത്തെ സെക്ഷന് വേണ്ടി സഹായിച്ച സിന്ധു അക്കയ്ക്കും SPYSS സമിതിക്കും ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ലോക കല്യാണ മന്ത്രം ചൊല്ലി നമുക്ക് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.